എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ PNC-MAC അതായത് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഓഫ് കേരളയുടെ BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള 6th അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ, അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റ് എന്നിവ നാളെ അവസാനിക്കും. വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് ലോഗിൻ ചെയ്തുകൊണ്ട് തന്നെ ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നാളെ വൈകുന്നേരം 5 മണിക്കുള്ളിൽ തന്നെ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ നേടണം. അതായത് നവംബർ 15-ാം തീയതി വൈകുന്നേരം 5 മണിക്കുള്ളിൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് അറിയാനായിട്ട് ഇവിടെ ക്ലിക്ക് ഹിയർ ടു സി BSc നഴ്സിംഗ് 6th അലോട്ട്മെൻറ്റ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ കാണാം. ജസ്റ്റ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 6th അലോട്ട്മെൻറ്റ് റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓരോ കോളേജ് വൈസ് അനുസരിച്ച് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കിവിടെ ഏത് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിച്ച് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഈ ഒരു നവംബർ 15-ാം തീയതി അതായത് നാളെ വൈകുന്നേരം 5 മണിക്കുള്ളിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. ഇനി വിദ്യാർത്ഥികൾ ഇതുവരെ ഈ ഒരു ഫീ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല, അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ നിങ്ങൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇവിടെ ഈ ഒരു ഹോം പേജിൽ വന്ന ശേഷം ലോഗിൻ അലോട്ടഡ് യൂസർ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് BSc നഴ്സിംഗ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം പിന്നീട് ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ഇമെയിൽ ഐഡിയും അതുപോലെ തന്നെ പാസ്വേഡ് നൽകാനുള്ള ഒരു പേജ് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇമെയിൽ ഐഡിയും പാസ്വേഡും കൃത്യമായിട്ട് നൽകുക. അത് നൽകിയ ശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ഓൺലൈൻ ആയിട്ടാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നാളെ അതായത് നവംബർ 15-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് അഡ്മിഷൻ നേടാൻ സാധിക്കുക. അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റും നാളെ വൈകുന്നേരം 5 മണി വരെയാണ് ഉണ്ടാവുക. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫീ പേയ്മെൻറ്റ് നാളെ വൈകുന്നേരം 5 മണി വരെയാണെങ്കിലും അഡ്മിഷനും നാളെ അതേ സമയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നാളെ വൈകുന്നേരം 5 മണിക്കുള്ളിൽ തന്നെ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് ഇനി സ്പോട്ട് അലോട്ട്മെൻറ്റ് ഉണ്ടാകുമോ എന്നുള്ളത്. ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ദിസ് ഈസ് ദ ലാസ്റ്റ് അലോട്ട്മെൻറ്റ്, ദർ ഈസ് നോ ഫർദർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് മുൻ വർഷം ഇതേ രീതിയിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും പിന്നീട് വേക്കൻസി ഉള്ളത് കൊണ്ട് പിന്നീട് ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്നുള്ള രീതിയിൽ അലോട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇനിയും ഒരു അലോട്ട്മെൻറ്റ് ഉണ്ടാവാനുള്ള, അതായത് വേക്കൻസി ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡെയിലി വെബ്സൈറ്റ് ഒന്ന് പരിശോധിക്കുക. എപ്പോഴെങ്കിലും അങ്ങനെ വേക്കൻസിയിലേക്ക് അലോട്ട്മെൻറ്റ് നടക്കുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിച്ച് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. മുൻവർഷം വേക്കൻസിയുള്ള ചില കോളേജുകളിലേക്ക് അലോട്ട്മെൻറ്റ് നടപടികൾ, അതായത് ഈ ഒരു അലോട്ട്മെൻറ്റ് ഇതേ രീതിയിൽ ദിസ് ഈസ് ദ ലാസ്റ്റ് അലോട്ട്മെൻറ്റ് ദർ ഈസ് നോ ഫർദർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് വേക്കൻസി അനുസരിച്ച് പിന്നീട് വീണ്ടും ഒരു അലോട്ട്മെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വേക്കൻസി ഉണ്ടാവുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഒരു അലോട്ട്മെൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് വെബ്സൈറ്റ് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു 6th അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഈ ഒരു നാളെ അതായത് നവംബർ 15-ാം തീയതി വൈകുന്നേരം 5 മണിക്കുള്ളിൽ പോയിട്ട് അഡ്മിഷൻ നേടുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കുന്നതും ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നാളെ വൈകുന്നേരം 5 മണിക്കുള്ളിൽ ഫീ പേയ്മെൻറ്റ് ചെയ്ത് അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.